സാങ്കേതിക വിദ്യാഭ്യാസ മേഖല റോക്കറ്റ് പോലെ കുതിക്കുന്ന കാലമാണിത്. എന്തു പഠിക്കണം എന്ന് വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ഒരുപോലെ ആശങ്കപ്പെടുന്ന കാലം. എന്തു പഠിച്ചാലും ജീവിതത്തിന് മുതൽക്കൂട്ടാവുന്ന കാലവും. അവസരങ്ങൾ അത്രയേറെയാണ്. അവസരങ്ങളുടെ ഈ വലിയ ലോകമാണ് കറതീർന്ന വിശ്വസ്തയോടെ സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുന്നത്. 4 വർഷം കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയതിന്റെ ചരിത്രമുണ്ട് ഈ സരസ്വതി ക്ഷേത്രത്തിന്. മുമ്പ് കേരളത്തിന്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രസിദ്ധമായ നാഗർകോവിൽ തിരുനെൽവേലി ദേശീയപാതയിൽ നിന്ന് വെറും 12 കിലോമീറ്റർ അകലെ അരൽവായ്മൊഴി പട്ടണത്തിന് സമീപം ശാന്തസുന്ദരമായ പ്രദേശത്ത് സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നിലകൊള്ളുന്നു. തികഞ്ഞ പഠനാന്തരീക്ഷത്തിൽ, തികഞ്ഞ അധ്യാപകരുടെ ശിക്ഷണത്തിൽ അർപ്പണബോധത്തോടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഹായ്, ഞാൻ മഹിമ, ട്രാൻഡത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ 4 വർഷമായിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ EC ഡിപ്പാർട്ട്മെന്റിലാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ഇയേഴ്സ് ഫ്രണ്ട്സ്. ഇത് ഗോപിക ഗോപൻ, നെടുമ്പങ്ങാട് നിന്ന് വരുന്നു. ഇത് മിഥില, കൊല്ലം. ഇത് ആതിര, EC ഡിപ്പാർട്ട്മെന്റ്, ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഈ അറ്റ്മോസ്ഫിയർ എന്താണ് പെട്ടെന്ന് അട്രാക്റ്റ് ആയിപ്പെട്ടത്. ദെൻ ഞങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് നല്ലൊരു ഫാക്കൽറ്റീസ് തന്നിട്ടുണ്ട് അവരെല്ലാവരും. ഞങ്ങൾ ഫൈനൽ ഇയർ ഇരുന്ന് പോകും തോറും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടുന്നില്ല. കുറഞ്ഞ കാലം കൊണ്ട് മികച്ച റെക്കോർഡ് കരസ്ഥമാക്കാൻ കോളേജിന് സാധിച്ചത് ഒരു അത്ഭുതമല്ല. കഠിനാധ്വാനികളായ അധ്യാപകരും വിദ്യാർത്ഥികളും മികവിന് പിന്തുണ നൽകുന്ന മാനേജ്മെന്റും ചേർന്നുള്ള കൂട്ടായ യത്നത്തിന്റെ ഫലമാണത്. എൻ്റെ പേര് ഗീതു. ഞാൻ ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫാണ്. ഇത് സൂസൻ കെ തോമസ്, ഇവിടുത്തെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫാണ്. ഞങ്ങളിവിടെ ഒരു 100ഓളം സ്റ്റാഫുണ്ട്. അതിലൊരു 20 പേരും മലയാളികളാണ്. ഇവിടെ കൂടുതലായിട്ട് പഠിക്കാൻ വരുന്നത് മലയാളി സ്റ്റുഡൻസ് ആണ്. 4 വർഷം മുമ്പ് സത്യം എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ സ്ഥാപിക്കുമ്പോൾ മാനേജ്മെന്റിന് വലിയൊരു ലക്ഷ്യവും സ്തുത്യർഹമായൊരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗിലെയും സാങ്കേതിക മേഖലയിലെ തന്നെയും ഏറ്റവും പുതിയ മാറ്റങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന പരിശീലന രീതിയിലൂടെ ഏറ്റവും പുതിയ സാങ്കേതികത വരെ അറിയാവുന്ന ഒരു കൂട്ടം വിദഗ്ധരെ സൃഷ്ടിക്കുക. അതിലൂടെ ലോക നിലവാരമുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായി മാറുക. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് Satyam College of Engineering and Technology. Good morning everyone. I am the principal of Satyam College of Engineering and Technology. This institution was started in the year 2009 with much enthusiasm, high attitude and high spirits of dedication as well as devotion. This institution being run by Satyam Educational Trust, having its founder chairman engineer A. Dinahar, who basically is an engineering graduate, especially a master engineering graduate, specialized in thermal engineering. His father, the correspondent of this institution, being a veterinary professor in the area of botany, has a bag full of experience which adds to the value of this institution. The experience as well as the work these people do helps us to improve our institution and present our institution in a better manner. Now, with these basic attributes, this institution, as I told you earlier, was started in the year 2009 with a bag full of 4 branches, especially mechanical, civil, electronics and communication engineering, and electrical and electronics engineering. Later, the other branches such as aeronautical engineering, computer science and engineering were started in the successive years. Similarly, we are also operating 3 post-graduation programs, namely applied electronics, computer science and engineering, and power systems. BE അഥവാ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗിൽ മൊത്തം 540 സീറ്റുകൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ 60, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡയറക്ട് സെക്കൻഡ് ഇയറിൽ 60, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 60, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 60, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ 60, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 120, സിവിൽ എഞ്ചിനീയറിംഗിൽ 120 എന്നിങ്ങനെയാണ് ബിരുദതലത്തിലെ സീറ്റുകളുടെ എണ്ണം. ME അഥവാ മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗിൽ മൊത്തം 102 സീറ്റുകൾ, പവർ സിസ്റ്റംസിൽ 18, അപ്ലൈഡ് ഇലക്ട്രോണിക്സിൽ 18, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 18, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗിൽ 24, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ 24 എന്നിങ്ങനെയാണ് ബിരുദാനന്തര ബിരുദതലത്തിൽ കോഴ്സുകളും സീറ്റുകളും. മലയാളി വിദ്യാർത്ഥികളാണ് ഇവിടെ ഏറെയും.
മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളും അധ്യാപന മികവുള്ള അധ്യാപകരും ഇവിടുത്തെ വിജയത്തിൽ പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നു. എൻ്റെ പേര് സിത്താര, ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. ഇത് ജാസ്മി ട്രിവാൻഡ്രത്തിൽ നിന്ന്, അർച്ചന ട്രിവാൻഡ്രത്തിൽ നിന്ന്, പാർവതി അമ്പലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. നമ്മളിവിടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഇവിടെ നമ്മുടെ കോളേജ് വളരെ നല്ല കോളേജാണ്. പഠിക്കാനൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഇവിടെ ഒരു ഡ്രാഗിങ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല കെയറിങ് ആണ്. ഹോസ്റ്റലിൽ നിന്നായാലും നമുക്കിവിടെ ഹോസ്റ്റൽ ഫുഡൊക്കെ ആയാലും നല്ല കേരള ഫുഡാണ്. ഇവിടുത്തെ മോസ്റ്റ്ലി ഇവിടെ എല്ലാ ബാച്ചിലും മലയാളീസാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. പിന്നെ ടീച്ചേഴ്സൊക്കെ വളരെ നല്ല ടീച്ചേഴ്സ്, ടാലന്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം മലയാളീസ് ആണെങ്കിൽ തന്നെയും നമുക്ക് സ്പെഷ്യലായിട്ട് ചെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാ ലാബ് ഫെസിലിറ്റീസും ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ കോളേജിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ വായിക്കാം. മികവുറ്റ അധ്യാപകർ നയിക്കുന്ന ടീച്ചേഴ്സ് ടീം, അധ്യാപകരുടെ യോഗ്യത, അനുഭവ പരിചയം, അർപ്പണബോധം, ക്യാമ്പസിലെ കർശനമായ അച്ചടക്കം, തിരുവനന്തപുരത്തേക്കും കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിലേക്കുമുള്ള ഗതാഗത സൗകര്യം, അന്താരാഷ്ട്ര നിലവാരമുള്ള ലൈബ്രറിയും ലബോറട്ടറികളും, 8 MBPS ശേഷിയുള്ള വൈഫൈ ഇന്റർനെറ്റ് സംവിധാനമുള്ള ക്യാമ്പസ്, IELTS, ഗേറ്റ്, ക്യാറ്റ്, മാറ്റ് എന്നിവയ്ക്ക് പ്രത്യേക പരിശീലനം, ഇൻഡസ്ട്രിയിലെ വിദഗ്ധരായ ഗസ്റ്റ് ലെക്ചറർമാർ നൽകുന്ന നിരന്തര പ്രായോഗിക പാഠങ്ങൾ, നാഗർകോവിൽ തിരുനെൽവേലി ദേശീയപാതയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെ പ്രശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലുള്ള കോളേജിന്റെ പ്രവർത്തനം, പഠന നിലവാരം ഉയർത്താൻ എല്ലാ വിഷയങ്ങളിലുമുള്ള സൗജന്യ ഇ-ബുക്ക് സംവിധാനം, വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിൽ വരുന്ന ഉയർച്ച താഴ്ചകൾ യഥാസമയം രക്ഷാകർത്താക്കളെ അറിയിക്കാനുള്ള സംവിധാനം, ഇൻഹൌസ് കാറ്ററിംഗ് സംവിധാനമുള്ള മികച്ച ഹോസ്റ്റൽ, കോളേജിലും ഹോസ്റ്റലിലും ശുദ്ധീകരിച്ച മിനറൽ വാട്ടർ സംവിധാനം തുടങ്ങി സുഖകരമായ പഠനാന്തരീക്ഷം മറ്റെങ്ങുമില്ലാത്ത വിധം സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രത്യേകതയാണ്. Our institution is a Wi-Fi campus which operates with 6 Mbps of data rate. Thereby, any person who comes either from outside also, he has an access to a net facility provided he has a laptop with him. Also, we have a highly maintained international level library, good highly maintained laboratories which always caters to the needs of the students as well as the faculties. Our institution provides purified drinking water to all the hostel inmates as well as to all the day scholars who come to our institution. Thereby, all the students, their health is maintained in a good manner. Also, there has been no sense of quarrel or struggle between students, which proves that the students are always coming with positive attitude as well as good discipline. ഓൾ ഇന്ത്യ കൌൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ നിയന്ത്രണത്തിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്താണ് സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രവർത്തനം. We being under the control of the All India Council for Technical Education as well as the Anna University of Chennai are being strictly watched for our quality and our performance. So these branches, as I told you earlier, were provided only since we satisfied all the required facilities and infrastructure or the norms as per the above said professional bodies. ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ അനുനിമിഷം പുലർത്തുന്ന ശ്രദ്ധയാണ് സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനെ വേറിട്ട് നിർത്തുന്നത്. Now regarding the staffs, I am proud enough to say that they are highly educated, highly talented and highly motivated. Even though we people are always continuously in work, our basic motto is to keep the students or to develop the students in terms of technical as well as in terms of their self-discipline. കന്യാകുമാരി ജില്ലയിൽ 35ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രവർത്തിക്കുന്നു. ഇതിൽ 25ഓളം കോളേജുകൾ സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനേക്കാൾ പഴക്കം ചെന്നവയാണ്. പക്ഷേ 2012 നവംബറിൽ സെമസ്റ്റർ പരീക്ഷാ ഫലം വന്നപ്പോൾ സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മറ്റുള്ളവയെ പിന്തള്ളി ആദ്യ 4 സ്ഥാനങ്ങളിലെത്തി. 4 വർഷം കൊണ്ട് ഈ നിലയിലേക്ക് ഉയരുന്നതിൽ അധ്യാപകരുടെ കഠിനാധ്വാനവും സമർപ്പണവും പ്രോത്സാഹനവും ഒപ്പം വിദ്യാർത്ഥികളുടെ അച്ചടക്കവുമാണ് മുതൽക്കൂട്ടായത്. As far as our district of Kanyakumari is considered, we have a set of 35 engineering colleges run in and around this region. Of this, around 23 to 24 colleges are older than us. But in the last semester, that is November-December 2012 academic, exam results, our college was placed in the first 4th rank. So this itself indicates the hard work, the dedication and the motivation our staffs put towards the students.
പഠനത്തോടൊപ്പം തന്നെ വർക്ക്ഷോപ്പുകൾ, സിംപോസിയം, ചർച്ചകൾ തുടങ്ങിയവയും നിരന്തരം സംഘടിപ്പിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും ഇവയിൽ മാറ്റുരയ്ക്കുന്നു. അതായത് ഏറ്റവും മികച്ച സാങ്കേതിക പഠനത്തിനൊപ്പം പ്രായോഗിക പരിശീലനവും മത്സരിച്ച് നേടാനുള്ള മനക്കരുത്തും ആത്മവിശ്വാസവും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക. Along with the academic performance, our institution has associations of all the branches, which often comes out with workshops, symposiums, conferences, and so on. Now, all the students of our institution are made to participate in these programs, thereby their self-respect as well as their self-esteem is made to improve. Apart from this, these students are also encouraged to participate in similar programs in other institutions throughout our globe. Thereby, they are exposed to all the technologies in and around the region. കായിക രംഗത്തും മികച്ച പ്രകടനമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നത്. അച്ചടക്കത്തോടെയുള്ള പഠനം മികച്ച പ്രകടനം എല്ലാ രംഗത്തും പുലർത്താൻ അവരെ സഹായിക്കുന്നു. Our students, especially in the area of sports, are highly talented and are always highly rewarded with best prizes. Our Anna University Chennai shuttle badminton team comprises of 2 students from our institution. They had been representing our university also in the All India level. They had been the prize winners for Anna University Chennai as well as in the zonal and district level. Similarly, our students always come out with laurels in swimming competitions, in kabaddi, as well as in athletic events. So this proves that in the area of extracurricular activities are also our students are no less than others. കോളേജിൽ റാഗിംഗ് ഒഴിവാക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1ാം വർഷ വിദ്യാർത്ഥികളെ പ്രത്യേക കരുതലോടെ, പ്രത്യേക സുരക്ഷയോടെ പ്രത്യേകം ഹോസ്റ്റലിൽ താമസിപ്പിച്ചാണ് റാഗിംഗ് ഇല്ലാതാക്കുന്നത്. Hello everyone, it's me Kyum Ori from Arunachal Pradesh. From so far away I came here to study because it's a good college, everything is good here. In studies, lecturers also very nice and we are getting all the facilities here. We are very far away but we are getting good communication to communicate our parents, and here everything nice. You can get everything available in our studies, and in our here no ragging system is there. As we are from far away, people can do ragging us, but even now in these 2 years no ragging is there, nothing happened like this. Till this date, 0% of ragging has been reported in our institution either by the parents or by the students. The reason is we have some adjustments which has been made. First one is the first year students are kept in separate hostel, which is bit away from the institution, but they are being brought to the institution by our own institution bus. So this automatically prevents the seniors initially having interaction with the juniors. Automatically the problem of ragging is totally solved, or there is no instance of ragging. ഇവിടെ റാഗിംഗ് എന്നൊരു കാര്യമേ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളും ഇവിടെ വന്നിട്ട് റാഗിംഗ് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്ന ഒരു ഫസ്റ്റ് ഇയേഴ്സ് ഞങ്ങൾ റാഗിംഗ് കൊടുത്തിട്ടില്ല. ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം ഇനി പറയുന്നതാണ്. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ആദ്യ ബാച്ച് ഈ വർഷം പുറത്തിറങ്ങുന്നു. അതിൽ 47% വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ വിവിധ കമ്പനികളിൽ ജോലി നേടിക്കഴിഞ്ഞു. മികച്ച 20ഓളം കമ്പനികളുമായി കോളേജ് പുലർത്തുന്ന നിരന്തര ബന്ധമാണ് ഇതിനു പിന്നിൽ. ഉദ്യോഗാർത്ഥികളെ തേടി ഈ കമ്പനികൾ നേരിട്ട് കോളേജിനെ സമീപിക്കുകയും സമർത്ഥരെ നേരിട്ട് തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. പഠനം പൂർത്തിയാകുമ്പോൾ തന്നെ ജോലി ഉറപ്പാക്കുന്ന ഈ സമീപനമാണ് സത്യം കോളേജിനെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. 3ാം വർഷ വിദ്യാർത്ഥികളിലും 32% പേർ ഇതിനകം വിവിധ കമ്പനികളിൽ ജോലി ഉറപ്പാക്കി കഴിഞ്ഞു. This year, our first batch of students are going out. They are serving as ambassadors for our institution. In this, I am proud to say that 47% of the final years have been already placed by various companies. One of the main reasons for this is we are having a set of MOUs with around 20 companies catering to different departments. Thereby, these companies, they straight away come to our institutions and they go on recruiting our students. Thereby, in the initial phase itself, our students are given the opportunity of employability. Also, in the 3rd year, almost 30 to 32% of the students have been already placed. So, this proves the academic performance as well as the knowledge level of our students. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠനം അനുപമമായ അനുഭവമാകുന്നു. എല്ലാ സജ്ജീകരണങ്ങളും മാനേജ്മെന്റ് ഇതിനായി ഒരുക്കിയിരിക്കുന്നു.
popular കോളേജാണ് സത്യം കോളേജ്. ഹോസ്റ്റലിൽ തന്നെ 4 സ്റ്റാഫ്സ് ആണ് ഹോസ്റ്റലിന്റെ ഇൻചാർജ് ആയിട്ടുള്ളത്. അതിൻ്റെ 2 മലയാളീസ് ആൻഡ് 2 തമിഴ്. സ്റ്റുഡൻസിനെ എല്ലാവർക്കും ഹോസ്റ്റലിൽ തന്നെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഹോസ്റ്റലിൽ തന്നെ തീർക്കാം. ദാറ്റ് ഈസ് ഹോസ്റ്റലിൽ തന്നെ അവർക്ക് ട്യൂട്ടേഴ്സ് ഉണ്ട്, ആസ് വെൽ ആസ് എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്റ്റലാണ്. ദെൻ എല്ലാ മന്ത് ഇംപ്ലാന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ സോഫ്റ്റ്വെയർ ട്രെയിനിങ്, ഓട്ടോക്യാഡ്, ഒരുപാട് സോഫ്റ്റ്വെയർ ട്രെയിനിങ്സ്, ഇംപ്ലാന്റ് ട്രെയിനിങ്. 100% പ്ലേസ്മെന്റ് ഉള്ള ക്യാമ്പസ് ആണ്. പഠിക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസിന് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രംഗത്തെ അതിനൂതനതകൾ വരെ അടങ്ങുന്ന ആനുകാലികങ്ങൾ ഇവിടുത്തെ ലൈബ്രറിയിലുണ്ട്. സുസജ്ജവും വിശാലവുമായ ലൈബ്രറി, സാഹിത്യവും ശാസ്ത്രവും സാങ്കേതിക ജ്ഞാനവും പ്രസരിപ്പിക്കുന്ന 20,000-ഓളം പുസ്തകങ്ങൾ. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വിജയിക്കുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഒരു പ്ലേസ്മെന്റ് സെൽ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികളുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ടീം ബിൽഡിംഗിലും ആശയവിനിമയത്തിലുമുള്ള കഴിവുകൾ എന്നിവ ഇവർ പരിപോഷിപ്പിക്കുന്നു. പ്രോബ്ലം സോൾവിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷനിലെ പ്രാതിനിധ്യം, അഭിമുഖം നടത്തൽ എന്നിവയിലും പാളിച്ചകൾ പരിഹരിച്ച് മികച്ച ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്നു. നല്ലൊരു ലാബ് ഫെസിലിറ്റിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. സോ എല്ലാ ലാബിനും ഞങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടിക്കലൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസ് ആയാൽ തന്നെ അതിന് പ്രത്യേക കോച്ചിങ്സ് ഞങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉണർവ് അക്കാദമിക് വിജയത്തിന് വളമാകുന്നു. റെഡ് ക്രോസ് യൂണിറ്റ്, റെഡ് റിബൺ ക്ലബ്, ബ്ലഡ് ഡോണർ ക്ലബ് തുടങ്ങിയവ കോളേജിന്റെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കുന്നതാണ്. വിശാലമായ ക്യാമ്പസിനുള്ളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റലുകൾ, അവിടെ AC ആൻഡ് നോൺ AC മുറികൾ, റാഗിംഗ് ഒഴിവാക്കാൻ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ, വിദ്യാർത്ഥികൾക്ക് വിനോദത്തിനായി ഇൻഡോർ കോർട്ടുകൾ, അവിടെ ഷട്ടിൽ ബാഡ്മിന്റൺ, കാരംസ്, ടെന്നീസ്, ചെസ് എന്നിവയിൽ ഏർപ്പെടാനുള്ള സൗകര്യങ്ങളും. മാനസികമായും ശാരീരികമായും എപ്പോഴും ഉണർന്നിരിക്കണം വിദ്യാർത്ഥി. അതിന് കായികവും ബൗദ്ധികവുമായ പരിശീലന സൗകര്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടെ സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സജ്ജമാക്കിയിരിക്കുന്നു. എല്ലാവർക്കും ഒരേ പരിഗണനയും പരിശീലനവും. കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭക്ഷണം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകുന്ന മികച്ച ക്യാന്റീൻ, ശീതീകരിച്ച ഭക്ഷണ ഹാൾ. കേരള സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ 2 ടൈപ്പ് ഫുഡ് ഇവിടെ അലൗഡ് ആണ്. മീൻസ് തമിഴ് ഫുഡ് ആൻഡ് കേരള ഫുഡ് ടൈപ്പ് ഫുഡ്. I like this college. The compound is very nice for studying. And somehow hostel is also nice. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഒരുക്കുന്ന യാത്രാ സൗകര്യം എടുത്തു പറയണം. തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നതിനും തിരിച്ചെത്തിക്കുന്നതിനുമായി 21 ബസ്സുകളാണ് ഓടുന്നത്. വാരാന്ത്യത്തിൽ തിരുവനന്തപുരത്തേക്ക് പ്രത്യേക സർവീസും. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നവർക്ക് ആഴ്ചയിലൊരിക്കൽ സൗകര്യപ്രദമായി വീട്ടിലെത്തുന്നതിനാണ് ഇത്. The main point I have to stress specifically here is our students are highly self-disciplined. We always counsel them, thereby their discipline is kept up to the highest level of performance. As you know, any person, he may be high in technical events or technical activities or technical knowledge, but if there is a problem with his discipline, all these talents or all these knowledges is waste. So I am proud enough to say that our students are highly motivated and they are highly self-disciplined. So they have a high self-respect also. എല്ലാം തികഞ്ഞത് എന്ന് ആർക്കും ഒന്നിനെക്കുറിച്ചും പറയാനാവില്ല. പക്ഷേ തികവിനോട് അടുത്തു നിൽക്കുന്ന പലതുമുണ്ട്. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പോലെ.